എല്ലാ വിശ്വാസികളുടെയും ആഗ്രഹം എന്താണ്? യഹോവയായ ദൈവം അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കണം എന്നുള്ളതത്രേ. ഒരുപാട് അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ യഹോവയായ ദൈവം നമ്മെ വിടുവിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്നു. അവിടുന്ന് നമ്മെ ജീവനോടെ കാത്ത് പാലിക്കണം എന്നുള്ളത് നമ്മുടെ വലിയ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. രോഗശയ്യയിൽ കർത്താവേ എന്നെ താങ്ങണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ദീനത്തിൽ അവിടുന്ന് ഞങ്ങളുടെ കിടക്ക മാറ്റി വിരിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ നാം ആഗ്രഹിക്കുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടുന്നതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവെഴുത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് രാവിലെ ആ ഒരു കാര്യം നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, 41-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവദാസനായ ദാവീദ് രാജാവ് എഴുതിയിരിക്കുന്ന വാചകമാണ്. അതിങ്ങനെയാണ്: എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ. അങ്ങനെ എളിയവനെ ആദരിക്കുന്നതോടുകൂടെ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യാവസ്ഥയാണ് ഞാൻ പ്രാരംഭമായി ഓർമ്മിപ്പിച്ചത്. നമ്മുടെ ആഗ്രഹങ്ങൾ, ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കണമെങ്കിൽ ദൈവവചനം പറയുന്നത് നാം എളിയവനെ ആദരിക്കണം എന്നുള്ളതാണ്. അതായത് എളിയവനെ ആദരിക്കുന്നവനെ അനർത്ഥ ദിവസത്തിൽ യഹോവ വിടുവിക്കുന്നു. അങ്ങനെ എളിയവനെ ആദരിക്കുന്നവനെ യഹോവയായ ദൈവം ജീവനോടെ കാത്ത് പാലിക്കുന്നു. അങ്ങനെയുള്ളവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് ദൈവം അവനെ ഏൽപ്പിക്കയില്ല. എളിയവനെ ആദരിക്കുന്നവനെ രോഗശയ്യയിൽ യഹോവയായ ദൈവം താങ്ങുന്നു. ദീനത്തിൽ അവൻ്റെ കിടക്ക ദൈവം മാറ്റിവിരിക്കുന്നു. എങ്ങനെയാണെങ്കിൽ എളിയവനെ ആദരിക്കുന്നുവെങ്കിൽ മാത്രം. നോക്കുക, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് എളിയവനെ നാം ആദരിക്കണം എന്നുള്ളതാണ്. എളിയവരെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ടതായ ഒരു ചോദ്യം തന്നെയാണ്. വാസ്തവത്തിൽ ആരാണ് ഈ എളിയവൻ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് പരിഭാഷയിൽ, അതായത് ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ നാം കാണുന്നത് ഹെൽപ്ലെസ് എന്നുള്ളതായ വാക്കാണ്. ഹൗ ബ്ലെസ്ഡ് ഈസ് ഹീ ഹു കൺസിഡേഴ്സ് ദ ഹെൽപ്ലെസ്. അതായത് ആലംബഹീനരായിട്ടുള്ള, സഹായമില്ലാത്തവരായിട്ടുള്ള, യാതൊരു ഗതിയുമില്ലാത്ത എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ നമുക്ക് പറയാം. അങ്ങനെയുള്ള ആളുകളെ ആരാണോ സഹായിക്കുന്നത്, ആരാണോ ആദരിക്കുന്നത്, അവരാണ് വാസ്തവത്തിലുള്ള ഭാഗ്യവാന്മാർ എന്ന് സങ്കീർത്തനക്കാരനായ ദാവീദ് രാജാവ് പറയുകയാണ്. ഇത് സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവെങ്കിലും പുതിയ നിയമത്തിലും ഇത് തന്നെയാണ് നാം കാണുന്നത്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയിലുള്ള വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് ഇത് തന്നെയാണ്: ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണവും കൂടെ നോക്കണം. നോക്ക്, എത്ര വ്യക്തമായി ദൈവവചനം നമ്മോട് പറയുകയാണ്. നമ്മുടെ ഗുണം മാത്രമല്ല, മറ്റുള്ളവരുടെ ഗുണം കൂടെ നാം നോക്കണം. അതും തന്നെയല്ല, എളിയവരെ നാം ആദരിക്കണം. ആലംബഹീനരായിട്ടുള്ളവരെ നാം സഹായിക്കണം. അത് നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. നിരാലംബരായിട്ടുള്ളവരെ നാം സഹായിക്കണം. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ധാരാളം ആളുകൾ യാതൊരു ഗതിയുമില്ലാത്തവരായിട്ടുണ്ട്. അവരെയൊക്കെ സഹായിക്കുവാൻ നമുക്ക് സാധിക്കണം. അവരെ നാം ഏറ്റവും ആദരിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകണം. ഇന്ന് രാവിലെ ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ കഴിഞ്ഞ ഒരു മാസക്കാലം എടുത്താൽ
എത്ര എളിയവരെ മാനിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആലംബഹീനരായിട്ടുള്ള എത്ര പേരെ സഹായിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ഒരു മാസം എന്നുള്ളത് കഴിഞ്ഞ ഒരു 6 മാസത്തെ സമയം നോക്കിയാൽ നമുക്കതിന് സാധിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? പലപ്പോഴും ഇല്ല എന്നുള്ള മറുപടിയാണ് നമുക്ക് നൽകുവാനായിട്ട് സാധിക്കുക. പലപ്പോഴും എളിയവരെ ആദരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഞാൻ എന്നെ കൂടെ ഉൾപ്പെടുത്തി തന്നെ പറയുകയാണ്. പലപ്പോഴും നമുക്കതിന് സാധിക്കുന്നില്ല. നാം നമ്മെ തന്നെ ഏറ്റവും ശ്രേഷ്ഠരായി കാണുന്നു. നമ്മുടെ വേണ്ടപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കളെ, സ്വന്തക്കാരെ, നമുക്ക് പരിചയമുള്ളവരെ, അങ്ങനെയുള്ള ആളുകളെ നാം ഏറ്റവും കരുതുന്നു, സ്നേഹിക്കുന്നു, അവരെ വലിയവരായി കാണുന്നു. അപ്പോസ്തലനായ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ഇതേ കാര്യം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരമിട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട് നീ അവിടെ നിൽക്ക, അല്ലെങ്കിൽ എൻ്റെ പാദപീഠത്തിങ്കിൽ ഇരിക്ക എന്നും പറയുന്നു എങ്കിൽ നിങ്ങൾ ഉള്ളിൽ പ്രമാണമില്ലാതെ ന്യായരഹിതമായി വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളുമാകേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? നിങ്ങളോ ദരിദ്രരെ അപമാനിച്ചിരിക്കുന്നു. നോക്കുക, ദൈവവചനം പറയുകയാണ്, നാം ദരിദ്രരെ ഏറ്റവും മാനിക്കേണ്ടതാണ്, എളിയവരെ മാനിക്കേണ്ടതാണ്, അഗതികളെ സഹായിക്കേണ്ടതാണ്, ആലംബഹീനരായിട്ടുള്ളവർക്ക് കൈത്താങ്ങൽ നൽകേണ്ടതാണ്. അങ്ങനെ നാം ചെയ്യാതെ വിശ്വാസികളെന്ന് അഭിമാനിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നാം മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരുപാട് മാനദണ്ഡങ്ങൾ നോക്കിയാണ് ഒരുപക്ഷെ നാം സഹായിക്കാറുള്ളത്. നമ്മുടെ സഭയാണോ എന്ന് നോക്കും, നമ്മുടെ സ്വന്തത്തിലുള്ളതാണോ എന്ന് നോക്കും, ബന്ധുക്കൾ ആരെങ്കിലും ആണോ എന്ന് നോക്കും, നമ്മളുമായി ഏതെങ്കിലുമൊക്കെ പരിചയമുള്ളവരാണോ എന്ന് നോക്കും. ഇതൊക്കെ നോക്കിയിട്ടാണ് നാം സഹായിക്കാറുള്ളത്. ഒരു പക്ഷേ മതം പോലും നാം നോക്കും. എളിയവരെ ആദരിക്കുന്ന വിശ്വാസികൾ വളരെയേറെ ചുരുക്കമാണ് എന്നുള്ളത് ഏറ്റവും സത്യമായ ഒരു വസ്തുതയാണ്. ഇന്ന് രാവിലെ ഈ ദൈവവചനം ധ്യാനിക്കുമ്പോൾ വാസ്തവത്തിൽ കർത്താവെ, എളിയവരെ മാനിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ മാനദണ്ഡങ്ങളും മാറ്റിവെച്ചിട്ട് മനുഷ്യരെന്നുള്ളതായ ഒരു പരിഗണനയിൽ ദൈവസ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം എളിയവരെ മാനിക്കുവാനും അവരെ ആദരിക്കുവാനും അവരെ സഹായിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം എളിയവരെ ആദരിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു പ്രാവശ്യം കൂടെ വായിച്ച് ഈ ധ്യാന ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കട്ടെ. 41-ാം സങ്കീർത്തനം ആദ്യത്തെ ചില വാക്യങ്ങൾ. എളിയവനെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അനർത്ഥ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കും. യഹോവ അവനെ കാത്ത് ജീവനോടെ പാലിക്കും. അവൻ ഭൂമിയിൽ ഭാഗ്യവാനായിരിക്കും. അവൻ്റെ ശത്രുക്കളുടെ ഇഷ്ടത്തിന് നീ അവനെ ഏൽപ്പിക്കയില്ല. യഹോവ അവനെ രോഗശയ്യയിൽ താങ്ങും. ദീനത്തിൽ നീ അവൻ്റെ കിടക്ക എല്ലാം മാറ്റിവിരിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിലൂടെ അതിവാത്സല്യമായി ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അനുഗ്രഹകരമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള എളിയവരെ, ആലംബഹീനരെ, അശരണരെ സഹായിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുള്ളതായ മനസ്സ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും കർത്താവെ, ഞങ്ങൾക്കതിന് സാധിക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾ സ്വയം സമ്മതിക്കുന്നു. എന്നാൽ മറ്റുള്ളവരെ ആദരിക്കുവാനും അവരെ കരുതുവാനും അവരെ സഹായിക്കുവാനും അവരെ ഏറ്റവും വലിയവരെ കാണുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ കരുതുന്നതിലൂടെ ആദരിക്കുന്നതിലൂടെ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ, ഞങ്ങളെ അതിനെ സഹായിച്ചാട്ടെ. മറ്റുള്ളവരെ സഹായിക്കാൻ ആവശ്യമായ
ബലം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ബലപ്പെടുത്തി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിലൂടെ മറ്റുള്ളവർ അവിടുത്തെ സ്നേഹത്തെ കണ്ടെത്തുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹത്തിനായി സമ്മാനിക്കണമേ കർത്താവേ. ഞങ്ങളെല്ലാവരും സുരക്ഷിതരായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യം നൽകി അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. ഞങ്ങളുടെ കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ തന്നെ ആമേൻ.